SSC UPSC മാതൃകയിൽ PSC മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ സ്റ്റഡി നിലവാരം, പഠന നിലവാരവും നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള പഠനം നമുക്ക് സ്വായത്തമാക്കാൻ ഭരണഘടനയിലെ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഏറ്റവും അപ്ഡേറ്റഡ് ആയ UPSC ലക്ഷ്മികാന്ത് ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്ക് ഭരണഘടന തുടക്കം നിർത്തുന്നു പറയാം, അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അറിയാം. അപ്പോൾ നല്ലൊരു കണ്ടന്റ് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. UPSC SSC മാതൃകയിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇതിനെക്കുറിച്ച് ഇനി മറ്റൊരു ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യേണ്ടി വരില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് എല്ലാത്തിലും ഉണ്ട്, നമുക്കറിയാം. 1950 ജനുവരി 25. ഈ ജനുവരി 25ന്റെ പ്രത്യേകത സമ്മതിദാന ദിനം, അതായത് വോട്ടേഴ്സ് ഡേ എന്നറിയപ്പെടും. വോട്ടേഴ്സ് ഡേ ആയിട്ട് ഇത് ഇന്ത്യയിൽ ആചരിച്ചു തുടങ്ങിയ വർഷം ചോദിച്ചാൽ 2011 2011. കമ്മീഷൻ വന്നത് 1950 ജനുവരി 25. ജനുവരി 25 വോട്ടേഴ്സ് ഡേ, സമ്മതിദാന ദിനം 2011 മുതൽ ആചരിച്ചു വരുന്നു. 324ാമത്തെ വകുപ്പ് എന്താണ് പറയുന്നത്? 324ാമത്തെ വകുപ്പിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് 324ാമത്തെ വകുപ്പിലാണ്. ഇനി 324ാമത്തെ വകുപ്പിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്ര അവസ്ഥ നിലനിർത്തുന്ന വകുപ്പ്, ഭരണഘടനാ അനുച്ഛേദം. സ്വതന്ത്ര അവസ്ഥ നിലനിർത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഒരു പോയിന്റ് നിങ്ങൾ അധികം കേട്ട് കാണൂല, UPSC PYQ ആണ് കേട്ടോ. ഇപ്പൊ സ്വതന്ത്ര അവസ്ഥ നിലനിർത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആർട്ടിക്കിൾ ചോദിച്ചാൽ 324. എന്നാൽ ഇത് രൂപീകരിച്ചിരിക്കണം, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് 324ലാണ്. രണ്ടും ഒരേപോലെ. ഓക്കെ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേൽനോട്ടം വഹിക്കുന്ന, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേൽനോട്ടം വഹിക്കുന്ന ഏതൊക്കെ തെരഞ്ഞെടുപ്പുകൾക്കാണ് പഠിക്കേണ്ടത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേൽനോട്ടം വഹിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാ തെരഞ്ഞെടുപ്പുകളും ഏതൊക്കെയെന്ന് പഠിക്കണം. ഒന്ന്, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ. ഇതിന് ഏതൊക്കെ വരും? ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരും. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണ കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പ് വരും. ഇനി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഇനി മറ്റൊരെണ്ണമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയും അല്ലെ, 3 ഓട്ടൊക്കെ ഉള്ള ഇലക്ഷൻ. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. അപ്പൊ അതിന്റെ ഇലക്ഷന് മേൽനോട്ടം വഹിക്കുന്നത് അതാത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അല്ലാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തിടെ ഒരു പരീക്ഷയ്ക്ക് PSCക്ക് ചോദിച്ച PYQ ആണത് കേട്ടോ. ഇനി ഈ ആർട്ടിക്കിൾ 324 എന്ന് പറഞ്ഞാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ രൂപീകരണവും അതിന്റെ സ്വതന്ത്ര അവസ്ഥ നിലനിർത്തുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു ആർട്ടിക്കിൾ, ഒരു കമ്മീഷന് നമ്മുടെ ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മീഷൻ എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഇനി ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാകും. കോൺസ്റ്റിറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ ഒരു അനുച്ഛേദത്തിൽ അതിനെ കുറിച്ച് പരാമർശിക്കുന്നു, അത് ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനം 324. ഓക്കെ, മൊത്തം 324 തൊട്ട് 329 വരെ അനുച്ഛേദങ്ങൾ പ്രതിപാദിക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. 15ാം ഭാഗത്താണ് വരുന്നത്, ഭരണഘടനയുടെ 15ാം ഭാഗത്താണ് ഇത് വരുന്നത്. പോയിന്റ്. ഇനി ഇതിലുള്ള അംഗങ്ങളുടെ എണ്ണം, സാധാരണ ഒരു ചീഫ് കമ്മീഷണറും 2 അംഗങ്ങളുമാണ് നിലവിൽ ഇതിലുള്ളത്. ചീഫ് കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും ഇങ്ങനെയാണുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിന് കമ്മീഷന് അംഗപരിമിതി എന്ന് പറയുന്നത് ഇല്ല, ബഹു അംഗത്വമാണ് ഉള്ളത്. അതായത് ഇതിന്റെ അംഗപരിമിതിയും അതിന്റെ സേവന വ്യവസ്ഥയും അതുപോലെ അംഗങ്ങളുടെ യോഗ്യതയും ആനുകൂല്യങ്ങളും എല്ലാം ആർക്ക് തീരുമാനിക്കാം? രാഷ്ട്രപതിക്കാണ് തീരുമാനിക്കുക. ഒരു തവണ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു തവണ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ സേവന വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ പറ്റൂല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. അപ്പം സാധാരണ ഇപ്പൊ നിലവിലുള്ളത് 1+2, ഒരു ചീഫ് കമ്മീഷണറും പിന്നെ മറ്റേതാരാണ് 2 കമ്മീഷണർമാരുമാണ് നിലവിലുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് 1950 ജനുവരി 25 വന്ന ഈ ഒരു സ്ഥാപനം 1989 ഒക്ടോബർ 15 വരെ, ഒക്ടോബർ 15 വരെ, 50 തൊട്ട് ഒക്ടോബർ 15 89 വരെ ഒറ്റ അംഗമായിരുന്നു ഉണ്ടായിരുന്നത്. ഏകാംഗ സമിതിയായിരുന്നു ഇത്. പെട്ടെന്നാണ്
മൂന്നംഗ സമിതിയായി മാറിയത്. അതിന്റെ പിറ്റേ ദിവസം 1989 ഒക്ടോബർ 16 2 കമ്മീഷണർമാരെ കൂടെ കൂട്ടിച്ചേർത്ത് അംഗസംഖ്യ 3 ആയിട്ട് വിപുലീകരിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ വിപുലീകരിച്ചതെന്ന് വെച്ചാൽ ആ സമയത്താണ് വോട്ടിംഗ് പ്രായം 21 18 കുറച്ചത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1989 61 ഭേദഗതി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോട്ടിംഗ് പ്രായം കുറച്ച ഭേദഗതി. ആ സമയത്താണ് 21 18 ആയതുകൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷനിൽ കുറച്ച് 2 പേരും കൂടെ ഉൾപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയും അത് 3 അംഗ സമിതിയാവുകയും ചെയ്തത്. ഇനി 90-ല് വീണ്ടും അത് 2 അംഗ സമിതിയായി കുറച്ചു. പിന്നെ വീണ്ടും 93-ല് 3 അംഗ സമിതിയായി മാറ്റി. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ കയറി വരാൻ 50 മുതൽ 1950 ജനുവരി 25 സ്റ്റാർട്ട് ചെയ്ത കമ്മീഷൻ 1989 ഒക്ടോബർ 15 വരെ ഒരൊറ്റ അംഗമായിരുന്നു, ഏകാംഗ സമിതിയായിരുന്നു. ഒക്ടോബർ 16 1989 ഒക്ടോബർ 16 3 അംഗ സമിതിയായി. കാരണം വോട്ടിംഗ് പ്രായം 21 18 കുറച്ചു ആ സമയത്ത്. ഇനി അതും ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. 89 ഇങ്ങനെ ഒക്ടോബർ 16 വന്ന ഈ 3 അംഗ സമിതി വീണ്ടും 2 അംഗ സമിതിയായി 1990 മാറി. 1993-ൽ 3 അംഗ സമിതിയായി മാറി. പിന്നെ അങ്ങോട്ട് ഒരു മാറ്റവും ഇല്ല. അത് ബഹു അംഗ സമിതിയായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതായത് 3-ൽ കൂടുതലും നിയമിക്കാം. രാഷ്ട്രപതിയുടെ വിവേചന അധികാരമാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, ഇതൊന്നും നിങ്ങൾ ഒരു പോയിന്റ് കാണൂല. റീജിയണൽ കമ്മീഷണർമാരെ വേണമെങ്കിൽ റീജിയണൽ കമ്മീഷണർമാർക്ക് പുറമെ റീജിയണൽ കമ്മീഷണർമാരെ നിയമിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. ഇവരെയൊക്കെ ആനുകൂല്യങ്ങളും ശമ്പളവും സേവന വ്യവസ്ഥയൊക്കെ മാറ്റം വരുത്താനും അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. കാലാവധിയും എല്ലാം തീരുമാനിക്കാൻ അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. ഇവർക്കൊന്നും യോഗ്യത, കാലാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭരണഘടന എടുത്തു പറയുന്നില്ല. അപ്പൊ ഈ സമയത്താണ് ഒരു ആക്ട് പാസ്സായത്. എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ട്, സെൻട്രൽ ഇലക്ഷൻ ആക്ട് പാസ്സായി. ഇലക്ഷൻ കമ്മീഷൻ ആക്ട് 1991 പാസ്സായത്. ആക്ടിന്റെ കൂടെ 991 എന്ന് പറയുന്ന വർഷമുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലാണ് പറയുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഡിഗ്രി ലെവൽ, +2 ലെവൽ, 10th ലെവലിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് വരാം. ചീഫ് കമ്മീഷണറും മറ്റ് കമ്മീഷണർമാർക്കും യാതൊരു സ്റ്റാറ്റസ് പരമായോ അംഗീകാരപരമായോ വ്യത്യാസമില്ല. ഇവർക്കെല്ലാം തുല്യ അധികാര പരിധിയാണ് കമ്മീഷനിലുള്ളത്. 1+2 എന്ന് പറഞ്ഞാൽ ഇവർ 1ാം സ്ഥാനക്കാരും ഇവർ 2ാം സ്ഥാനക്കാരും ഇല്ല. ഇനി ശമ്പളവും ആനുകൂല്യവും 2 പേർക്കും ചീഫ് കമ്മീഷണറും സെയിം ചെയ്യുന്ന മറ്റ് കമ്മീഷണർമാർക്കും സെയിം ആണ്. അതെന്ന് പറയുന്നത് പ്രതിമാസം 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപ സുപ്രീം കോടതി ജഡ്ജിന്റെ സെയിം ശമ്പളമാണ്. ഇതിലൊരു തർക്കമോ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തീരുമാനമെടുക്കും. ഓക്കെ, ശരി. ഇനി ഇതിന്റെ കാലാവധി നിലവിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അത് വേണമെങ്കിൽ മാറ്റം വരുത്താൻ ആർക്ക് അധികാരമുണ്ട്? പ്രസിഡന്റിന് അധികാരമുണ്ട്. ഇപ്പൊ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് നിലവിലുള്ളത്. പക്ഷേ പ്രത്യേകിച്ച് കാലാവധി ഒന്നും എടുത്ത് പറയുന്നില്ല. നിലവിലുള്ളത് അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ആർക്ക്? പ്രസിഡന്റിന്. ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹിയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ നിർവാചൻ സദൻ ന്യൂഡൽഹിയിലാണ്. ഇനി ഈ കമ്മീഷനെയും കമ്മീഷണർമാരെയും നിയമിക്കാനുള്ള നിയമന ശുപാർശയ്ക്ക് നമുക്കറിയാം രാഷ്ട്രപതിയാണ്, പ്രസിഡന്റാണ് നിയമിക്കുന്നത്. പക്ഷേ നിയമിക്കാനുള്ള ഉത്തമ പൗരൻ ഇന്ത്യയില് അല്ലെ, നിയമിക്കാനുള്ള ആ ഒരു ശുപാർശ നൽകുന്ന 3 അംഗ സമിതിയുണ്ട്. അത് ആരൊക്കെയാണ് അതിൽ വരുന്നത്? ഒന്ന് പ്രൈം മിനിസ്റ്റർ വരും, മറ്റൊന്ന് പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് വരും, അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലെങ്കിൽ ഉയർന്ന പ്രതിപക്ഷ പാർട്ടിയിലെ ഒരു വലിയ നേതാവ് വരും. പിന്നെ 3ാമത്തെ ആളാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ഇനി അടുത്തത് ഈ ശമ്പള ആനുകൂല്യത്തിന് പുറമെ പുറത്താക്കൽ സംരക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചീഫ് കമ്മീഷണറിനെ പുറത്താക്കണമെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിനെ പുറത്താക്കുന്ന അതേ നടപടിക്രമങ്ങൾ പ്രകാരമാണ് പുറത്താക്കേണ്ടത്. അവിടെയാണ് അവർക്ക് സംരക്ഷണം കിട്ടുന്നത്. ചുമ്മാ കയറി പുറത്താക്കാൻ പറ്റൂല. ചീഫ് കമ്മീഷണറിന്റെ ഒരു ശുപാർശ എന്ന് പറയൂല, മലയാളത്തിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ശുപാർശയാണ്. നമ്മളെപ്പോഴും ശുപാർശ എന്ന് പറയുന്നത് ശുപാർശയാണ്, മലയാളത്തിലുള്ള കാര്യമാണ്. ശുപാർശയാണ്. അതേപോലെ തിരഞ്ഞെടുപ്പല്ല, തെരഞ്ഞെടുപ്പാണ്. ചീഫ് കമ്മീഷണറുടെ ശുപാർശ പ്രകാരമാണ്
മറ്റംഗങ്ങളെ നിയമിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സ്വതന്ത്ര അവസ്ഥ രൂപീകരണം എല്ലാം വരുന്നത് ഏതിനാണ്? 324 നിയമനത്തിന് ശേഷം കമ്മീഷനിലെ അംഗങ്ങൾക്കോ സേവന വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ പറ്റില്ല. മാറ്റം വരുത്താൻ പറ്റും, നിയമിക്കുന്നതിന് മുമ്പേ കൂട്ടി സേവന വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ പറ്റും. പക്ഷെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റം വരുത്താൻ പറ്റൂല. ഈ ഒരു കാര്യം പറയുന്നത് ഏതിലാണ്? ഒരു സുപ്രധാന ഒരു വിധിയുണ്ട്, ഒരു കേസ് ഉണ്ട്, പഠിക്കണം. അനൂപ് ബെറൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2023 കേസ്. അനൂപ് ബെറൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2023. ഈ ഒരൊറ്റ കേസ് നമ്മൾ ഇതിൽ പഠിച്ചോളൂ. ഇത് UPSC ചോദിച്ചിട്ടുള്ള PYQ ആണ്. സോ നമ്മൾ പഠിച്ചിരിക്കണം. ഡിഗ്രി ലെവലിലൊക്കെ ഇതൊക്കെ ഷുവർ ഷോട്ടാണ്, ചോദിക്കുമെങ്കിൽ. പുറത്താക്കൽ നടപടിക്രമം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു സുപ്രീം കോടതി ജഡ്ജിനെ പുറത്താക്കുന്ന അതേ മാതൃകയിലായിരിക്കണം. ഇനി നമ്മുടെ ഒരു അംഗത്തിന്, ഇതിലുള്ള 2 അംഗം ചീഫ് കമ്മീഷണർ കൂടാതെ മറ്റു 2 കമ്മീഷണർമാരുണ്ടല്ലോ, അതിലൊരാളെ ഇപ്പൊ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അതിന് ശുപാർശ നൽകേണ്ടത് ചീഫ് കമ്മീഷണറാണ്. അതിന് പുറമെ അവരെ പുറത്താക്കുമ്പോഴും ഈ സുപ്രീം കോടതി ജഡ്ജിനെ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണറിനെ പുറത്താക്കുന്ന അതേ മാതൃകയിൽ വേണം പുറത്താക്കേണ്ടത്. കൂടാതെ അവരെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവന വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നും സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിന് സുപ്രധാനമായ കേസ് ഏതെന്ന് ചോദിച്ചാൽ അതാണ് അനൂപ് ബെറൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2023. ഇനി മൂന്ന് അധികാരങ്ങളാണ് ഈ പ്രധാനമായും നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. ഏതൊക്കെയാണ് ചോദിക്കും? 1 അഡ്മിനിസ്ട്രേഷൻ, 2 അഡ്വൈസറി അഥവാ ഉപദേശക അധികാരം, 3 അർദ്ധ ജുഡീഷ്യൽ അധികാരം അല്ലെങ്കിൽ കോസി ജുഡീഷ്യൽ അധികാരങ്ങൾ. പിന്നെ മറ്റ് അധികാരങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. എന്തൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ്, ചുമതല എന്നുള്ള അധികാരങ്ങളെ കുറിച്ച് പറയുന്നു. ടെറിട്ടോറിയൽ ഡീലിമിറ്റേഷൻ അധികാരം, അതായത് നിയോജക മണ്ഡലങ്ങളുടെ, ഇവരുടെ കീഴിൽ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം നടത്തുക. മറ്റത് വോട്ടർ പട്ടിക തയ്യാറാക്കുക, ആവശ്യമുള്ളപ്പോൾ കാലാകാലമായി വോട്ടർ പട്ടിക പുതുക്കുക, ആൾക്കാരെ ചേർക്കുക, മരിച്ചവരെ റിമൂവ് ചെയ്യുക. ഷെഡ്യൂളിംഗ് അതായത് തെരഞ്ഞെടുപ്പ് തീയതി മറ്റു കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ പാർട്ടികൾക്ക് അംഗീകാരം കൊടുക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം കൊടുക്കുക. വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടും. തർക്കപരിഹാരം നടപ്പിലാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസർമാരെ നിയമിക്കുക. പെരുമാറ്റച്ചട്ടം കൊണ്ടുവരിക. ഉപദേശക റോള് ഉപദേശ സമിതിയാണ് നമ്മൾ പറഞ്ഞല്ലോ, ഉപദേശ അധികാരം ഉണ്ട്, അത് സ്റ്റേറ്റിലും നടത്തും. ഇനി വോട്ടിങ്ങിൽ എന്തെങ്കിലും ക്രമക്കേട് കള്ളത്തരമൊക്കെ വരികയാണെങ്കിൽ അത് വോട്ടെടുപ്പ് റദ്ദാക്കുന്ന അധികാരം ആർക്കാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ, അത് എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, കാരണം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അടിയന്തരാവസ്ഥ വിപുലീകരണം എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 1 വർഷത്തിന് ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമോ ഇല്ലയോ എന്ന് അവിടെ രാഷ്ട്രപതിയെ ഉപദേശിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിനുണ്ട്. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇനിയുള്ളത് കുറച്ചുകൂടെ ഉണ്ട്, നമുക്കത് നോക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഡെപ്യൂട്ടി കമ്മീഷണറിനെ കുറിച്ചാണ്. ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം എന്താണ്? വേറെ ഒന്നുമല്ല, ഡെപ്യൂട്ടി കമ്മീഷണറുടെ കൂടെ ഉള്ള മറ്റു 2 കമ്മീഷണർമാരുടെ കാര്യമാണ്. ഈ പ്രവർത്തനങ്ങളിലൊക്കെ സഹായിക്കാൻ വേണ്ടി കമ്മീഷണർ ചീഫ് കമ്മീഷണർ മാത്രം നിലനിർത്തി ഒരൊറ്റ അംഗ സമിതിയായിട്ടല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ തന്നെ 21-18 വോട്ടിംഗ് പ്രായം കുറച്ചോ കൂടുതൽ വോട്ടേഴ്സ് കൂടെ വന്നില്ലേ? അപ്പൊ കാര്യങ്ങൾ സഹായിക്കാൻ ആൾക്കാർ വേണ്ടേ, അതിനാണ് ഈ ഡെപ്യൂട്ടി ആയിട്ട് 2 പേരെ ഇട്ടേക്കുന്നത്. ഇനി CEO ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് CEO ഉണ്ട്. അത് സംസ്ഥാന ഇലക്ഷന്റെ ഒരു പ്രതിനിധിയായിരിക്കും CEO എന്ന് പറയുന്ന ആള്. സിഇഒയെ നിയമിക്കുന്നത്, സിഇഒയെ ചീഫ് ഇലക്ടറൽ കമ്മീഷനെ നിയമിക്കുന്നത് എപ്പോഴും സ്റ്റേറ്റ് ഗവൺമെന്റിനോട് കൂടിയാലോചന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും. അവരുടെ ഒരു ഉപദേശം കൂടെ സ്വീകരിക്കും, എന്നിട്ടേ നിയമിക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും നിയമനം അത്ര നടക്കുന്നത് ഇപ്പൊ പ്രസിഡന്റ് ആയിരിക്കും അതിലെ ആൾക്കാരെ എല്ലാം നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് സ്വീകരിക്കുന്നതും. ഈ സിഇഒയെ നിയമിക്കുന്ന ആരാണ്? സിഇഒ നിയമിക്കുന്നത് ആരല്ല? ഈ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് കമ്മീഷൻ കൂടിയാലോചിച്ച് ശുപാർശ സമർപ്പിച്ച് പ്രസിഡന്റ് തന്നെയാണ് നിയമിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു തെറ്റുണ്ടോ? അപ്പൊ അതിലാണ് ഒരു വ്യത്യാസമുള്ളത്. സിഇഒയെ നിയമിക്കുമ്പോൾ എപ്പോഴും
ബാക്കി എല്ലാം പ്രസിഡന്റാണ്. പക്ഷെ സിഇഒയെ നിയമിക്കുന്നത് സംസ്ഥാന ഇലക്ഷന്റെ പ്രതിനിധിയായിട്ടാണ്. അത് എപ്പോഴും നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് നിയമിക്കുന്നത് സംസ്ഥാനത്തോട് കൂടിയാലോചിച്ചിട്ട്. ഓക്കെ, അല്ല പ്രസിഡന്റ് എഴുതി വെക്കരുത്. ഇനി നിലവിലെ സിഇഒ ആരാണ്? കേരളത്തിന്റെ ആരാണ്? രത്തൻ ഒ ഖേൽക്കർ ആണ്. രത്തൻ ഒ ഖേൽക്കർ ആണ്. രത്തൻ ഖേൽക്കർ അത് മതി. ഇനി അടുത്തത് ജില്ലാ റിട്ടേണിംഗ് ഓഫീസറിനെ നിയമിക്കുന്നത്. ജില്ലാ റിട്ടേണിംഗ് ഓഫീസറിനെ നിയമിക്കുന്നത് ഈ സിഇഒ ആയിരിക്കും. ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും. തട്ടായിട്ടാണ് പോകുന്നത്. സിഇഒയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിനോട് കൂടിയാലോചിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. സിഇഒ നിയമിക്കുന്നത് ആരാണ്? ജില്ലാ വൈസ് ജില്ലാ റിട്ടേണിംഗ് ഓഫീസറിനെ പോസ്റ്റ് ചെയ്യും. ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാ കളക്ടറാണ്. ഈ ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ അതായത് നിയോജക മണ്ഡലത്തിനനുസരിച്ച് ജില്ലയ്ക്കകത്ത് ഓരോ റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിക്കും. ജില്ലാ റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടറാണ് റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിക്കുന്നത്. കൂടാതെ ആരെ നിയമിക്കും? ബൂത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രിസൈഡിംഗ് ഓഫീസറിനെ നിയമിക്കും. ഇനി കമ്മീഷണർമാർക്ക് ബിഗസ്റ്റ് ടോപ്പിക് ആണ്. ഞാൻ പറയാൻ കാര്യം കമ്മീഷണർമാരുടെ പ്രത്യേകം പഠിക്കണം. പിന്നെ എല്ലാ കമ്മീഷണർമാരെ പേരൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകാത്ത വ്യക്തി ആര് എന്ന് പറഞ്ഞ് UPSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. PSCയിലും പരീക്ഷിച്ചു. പാടാണ്, ഒന്ന് ഓർത്തിരിക്കുക. മനസ്സിൽ ഓപ്ഷൻ കണ്ടാലെങ്കിലും അറിഞ്ഞിരിക്കുക. അല്ലാതെ അത്രയും കാണാതെ പഠിക്കണ്ട. ഓപ്ഷൻ കണ്ട ഇത് വായിക്കുള്ള ആളാണെന്ന് മൈൻഡിൽ ഓർമ്മ വരണം. അത് മതി. എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ഇന്റർവ്യൂ അല്ലേ ഇത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ആദ്യത്തെ കമ്മീഷനിലെ ഒരുപാട് പരീക്ഷയ്ക്ക്, പോലീസ് പരീക്ഷയ്ക്ക്, LD പരീക്ഷയ്ക്ക് എല്ലാത്തിനും ചോദിച്ചിട്ടുണ്ട്. സുകുമാർ സെന്നാണ്. സുകുമാർ സെന്നിന്റെ കാലാവധി എന്ന് പഠിച്ചു 50 തൊട്ട് തുടക്കം തൊട്ട് 58 വരെ ഒരുപാട് പരീക്ഷയ്ക്ക് പേര് ചോദിച്ചു. അപ്പൊ അടുത്ത കാലാവധി ഞാൻ ചോദിക്കുന്നില്ല. ഒരൊറ്റ വനിതയെ വന്നിട്ടുള്ളൂ. ആരാണ്? VS രമാദേവി. അവര് 990 കയറി അന്ന് തന്നെ ഇറങ്ങിപ്പോയി. അപ്പൊ ഏറ്റവും കുറച്ചു കാലം ആര് തന്നെ? അവര് തന്നെ. ഏക വനിതയും ഏറ്റവും കുറച്ചു കാലം അവര് തന്നെ. ഏക മലയാളി. കൂടാതെ രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ TN ശേഷമാണ്. അതേപോലെ കാലാവധി 996. എസ് ഓർക്കാവും. 96ന്റെ പ്രത്യേകത അറിയാമോ? ഏറ്റവും വലിയ സർക്കാർ ചാരായ നിരോധനം കേരളത്തിൽ കൊണ്ടുവന്ന വർഷമാണ്. KVK സുന്ദരം ഏറ്റവും കൂടുതൽ കാലം. കല്യാൺ K സുന്ദരം കേട്ടാ. അദ്ദേഹം KVK സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നത്. നിലവില് ആരാണെന്ന് ചോദിച്ചാൽ ജ്ഞാനേഷ് കുമാറാണ്. നിലവില് ജ്ഞാനേഷ് കുമാറാണ്. 26ാമത്തെ 25ാമത്തെ രാജീവ് കുമാറിന് ശേഷം ജ്ഞാനേഷ് കുമാർ. RK ശേഷം GK 26ാമത്തെ ആളാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് ചീഫ് കമ്മീഷണറായിട്ട് നിയമിതനായ ജ്ഞാനേഷ് കുമാർ. 2 അംഗങ്ങളുണ്ട്. ആരൊക്കെയാണ്? പേര് പഠിച്ചോ. വിവേക് ജോഷിയും സുഖബീർ സിംഗ് സാധു. സാധുവിന്റെ സന്ധു. ഓക്കെ, പിന്നെ മറ്റാൾക്കാരുടെ പേരെന്ന് വിളിക്കുക. ഇതിൽ പറയാത്ത ആൾക്കാർ ഞാൻ പറയുന്നത് ഒന്ന് മഴ അല്ല. ഒന്ന് SP സെൻവർമ്മ. പിന്നെ ഡോക്ടർ നാഗേന്ദ്ര സിംഗ്. സി സ്വാമിനാഥൻ. ഷഗ്ദർ. പിന്നെ ത്രിവേദി. RK ത്രിവേദി. ഇന്ത്യയിൽ പഠിച്ചതും കുഴപ്പമില്ല. RVS പെരിയസ്വാമി. പെരിയശാസ്ത്രി. പിന്നെ ഗില്ല്. ലിംഗോ. CS കൃഷ്ണസ്വാമി. സെന്ന് അല്ലല്ല, സോറി, വലിയൊരു മിസ്റ്റേക്കാണ്. BB ടണ്ടൻ. അടുത്തത് N ഗോപാലസ്വാമി. നവീൻ ചൗള. ഖുറേഷി. സമ്പത്ത്. ഇത് ചോദിച്ചതാണ്. PS സമ്പത്ത്. ബ്രഹ്മ. പിന്നെ നസീം സെയ്ദി. AK ജ്യോതി. പിന്നെ ഓം പ്രകാശ്. സുനിൽ അറോറ. സുശീൽ ചന്ദ്ര. രാജീവ് കുമാർ. ഇപ്പൊ ജ്ഞാനേഷ് കുമാർ.
അത് ശരിക്കല്ല, മൈക്ക് ഓഫ് ആയിരുന്നു, ഒന്നുകൂടെ പറയാം. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 243 കെയിലാണ് കെ ഫോർ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി ത്രിതല പഞ്ചായത്ത് ഒരു കാര്യം, ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിൽ 2 ആർട്ടിക്കിളുണ്ട്. 243 കെയും 243 ഇസഡിയെയും. എന്താണ് ഈ 2 ആർട്ടിക്കിളിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ, 243 കെയില് 3 ടയർ സിസ്റ്റം, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഇതിന്റെ ഇലക്ഷനെ കുറിച്ച് 243 കെയിൽ പറയുന്നു. ഇനി മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പൽ കോർപ്പറേഷനിലുള്ള ഇലക്ഷനെ കുറിച്ച് 243 ഇസഡിയെയിൽ പറയുന്നു. ഇത് രണ്ടും വരുന്ന ഭാഗങ്ങൾ വ്യത്യാസമുണ്ട്. ഇത് 9ാം ഭാഗത്തും ഇത് 9A-നുമാണ് വരുന്നത്. ഇത് രണ്ടും നിലവിൽ വന്നത് ഭേദഗതികൾ 73ഉം 74ഉം. രണ്ടിന്റെയും വർഷം 1992 എന്ന ഈ 243 കെ ത്രിതല പഞ്ചായത്ത് രാജ് നിയമം വന്നത് 73ാം ഭേദഗതി. ഇനി 74ാം ഭേദഗതി വന്നു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കോർപ്പറേഷനെ കുറിച്ചുള്ള നഗരപാലിക നിയമം വന്നത് 74ാം ഭേദഗതി. അത് പ്രകാരം 243 ഇസഡിഎ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വന്നു. ഓക്കെ, ഇനി ഒരു മെമ്പർ ആയിരിക്കും, ഒരൊറ്റ മെമ്പർ, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും സംസ്ഥാനത്തുള്ളത്. ഓക്കെ, ഇനി ഗവർണറാണ് ഈ കമ്മീഷണറെ നിയമിക്കുന്നത്. പുറത്താക്കുന്നതാണെന്ന് വെച്ചാൽ പ്രസിഡന്റ് ആണ് കമ്മീഷണറെ പുറത്താക്കുന്നത്. ഈ ഹൈക്കോടതി ജഡ്ജിന് നീക്കം ചെയ്യുന്ന ഇംപീച്ച്മെന്റ് നടത്തുകയും ആ ഇംപീച്ച്മെന്റിന് ഉത്തരവിടുകയും ചെയ്യുന്നതോടെ ഇദ്ദേഹം പുറത്താക്കപ്പെടും. ഉത്തരവിടുന്നത് പ്രസിഡന്റ് ആണ്, നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, രാജിക്കത്ത് കൊടുക്കുന്നത് ഗവർണർക്കാണ്. സേവന വ്യവസ്ഥകളിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാനും ശമ്പള ആനുകൂല്യങ്ങളിൽ മാറ്റം വരുത്താനുമുള്ള അധികാരം ഗവർണറുടെ നിക്ഷിപ്തമാണ്. എന്നാൽ സേവന വ്യവസ്ഥകളെ കുറിച്ച് പോസ്റ്റിംഗിന് മുമ്പ് തീരുമാനങ്ങൾ എഴുതി തയ്യാറാക്കുന്നത് സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ അഥവാ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരിക്കും. കേരളത്തിന് സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടോ? ഇല്ല. 1993 ഡിസംബർ 3 രൂപീകരിച്ചു ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. ഹൈക്കോടതി ജഡ്ജിയുടെ അതേ യോഗ്യതകളായിരിക്കും ഇനി വരുന്നത്. അതായത് ശമ്പളവും ഇല്ല. 5 വർഷവും 65 വയസ്സുമാണ് കാലാവധി. MSK രാമസ്വാമിയാണ് 1ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. കാര്യം ഒരാളേ ഉള്ളൂ. പിന്നെ നിലവിലെ A ഷാജഹാൻ 7ാമത്തെ കമ്മീഷണർ. ഇനി ഒരു സെക്രട്ടറി കൂടിയുണ്ട്, BS പ്രകാശ്. ബാക്കിയുള്ള ഇപ്പൊ 2 പേരെ പഠിച്ചില്ലേ, ആദ്യത്തെ അവസാനം ഇപ്പോൾ നിലവിലുള്ളതും പഠിച്ചു. ബാക്കി 5 പേരെ പഠിക്കാം. MS ജോസഫ് 2ാമത്തെ കമ്മീഷണർ, 3ാമത്തത് M മോഹൻദാസ്, 4ാമത്തത് T കമാൽകുട്ടി, 5ാമത്തത് K ശശിധരൻ നായർ, 6ാമത്തത് V ഭാസ്കരൻ. ഇനി ഇതിന് ഒരൊറ്റ കാര്യമില്ല. ഒരൊറ്റ കാര്യം ഉണ്ടാന്ന് വെച്ചാൽ ഒന്നുകൂടെ ഉണ്ട്. അതിന്റെ നോട്ട് ജസ്റ്റ് അതിന്റെ അധികാര പരിധിയെ കുറിച്ച്, കേന്ദ്രത്തിലുള്ള അവരുടെ അധികാര പരിധിയെ കുറിച്ച് ഒരു ചെറിയ നോട്ട്. അത് ഈ ക്ലാസ്സിൽ വായിച്ച് ഞാൻ അലച്ചിട്ട് കാര്യമില്ല, നിങ്ങളൊന്ന് വായിച്ച് പഠിക്കണം. ഈ നോട്ട് ലഭ്യമാവുന്ന നമ്മളെ ഒഫീഷ്യൽ ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ, താങ്ക് യു.